കുഞ്ഞോളെ കെങ്ങിലെ പണികളൊക്കെ സാജി നീച്ചാ? ഇല്ല, ഓള് നീച്ചിട്ടില്ല. ആ, അവിടെ കിടന്നോട്ടെ. അവിടുന്ന് പണിയോട് എടുത്ത് കുഴഞ്ഞിട്ട് വന്നതേക്കാരം. വിളിച്ചൊന്നും വേണ്ട. ഓൾക്കുള്ള ചായയും കടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചാ മതി. ആ, ഓള് വന്നാ ദോശയും ചായയൊക്കെ ഇരിക്കണ്ട്, അടുത്ത് കുടിച്ചോളും. എന്നാ വേയാണ് പണിയോള് ഒരുക്കിങ്ങാണ്ടേ ഒരു പാത്രം അവിടെ പോയിരുന്നോളി. രാവിലെ തുടങ്ങിയല്ലേ. ഈ ജയ്ക്ക് ഒരു ഗ്ലാസ് ചായന്റെ വെള്ളം എടുത്ത് കൊടുന്ന ഞാൻ അവിടെ ഇരിക്ക. തൊണ്ട പറ്റിയിട്ട് വെച്ച. അപ്പം കൊടുന്നേരം. ആ, പണികളൊക്കെ കഴിഞ്ഞോ? ആടി, അതൊക്കെ നേരത്താവും. ഇത്ര നേരത്തെ ഇതൊക്കെ കഴിയോ? എന്തിനാ ഇത്ര നേരത്തൊക്കെ കേൾക്കണത്? ഇത്ര നേരത്തെ? നേരം 10 മണി ആയില്ലേ. 10 മണി ആകുമ്പോത്തിന് അടുക്കളയത്തെ എല്ലാ പണികളും കഴിയും. പിന്നെ അത് കഴിഞ്ഞ് അടിച്ചോരി തുടക്കലും തിരുമ്പലും കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ പോയി ഇരിക്കലാണ്. ഞാനും ഉമ്മയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആ, അത് നല്ലതാണ്. പിന്നെ ഇമ്മ ഉള്ളതുകൊണ്ട് സമയം പോണു. ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിലോ, ഇമ്മ ഉള്ളതുകൊണ്ട് ഒരു രസാണ്. എപ്പോഴും വർത്താനം പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സമയം പോവും. ഈ 11 മണി ആകുമ്പോത്തിന് പണികളൊക്കെ കഴിഞ്ഞ പിന്നെ ഇക്കിപ്പോ എന്താ വേറെ പണിയുള്ളത്? ഒരു 1 മണി 1:30 ഞങ്ങൾ ചോറുന്നു. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ രണ്ടാളും റൂമിൽ പോയി കിടക്കല. ആ, ഈ ഉമ്മാനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യം. ആ, ശരിയാണ്. ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടിയ എന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. നീ എന്തായാലും ചായയും കടി എടുത്ത് കുടിച്ചോ. ആ, എനിക്ക് ഇനി അകൊക്കെ ഒന്നുണ്ട് അടിച്ചോരി ഇറക്കട്ടെ കേട്ടാ. ഓ, എന്താണ് അമ്മായിയും മരോളും കൂടി ഉള്ളൊരു സ്നേഹം. എന്താ മോള് ചെയ്യണ്? ആ, ഞാനേ 2 മാക്സി എടുത്തേച്ചിന്ന് ഇവിടെ അടവേരം വന്നപ്പോളേ അണക്കും കുഞ്ഞോൾക്കും. എന്നാ അതിലേതാ വാണ്ടിച്ചെടുത്തോ. എന്നാ അല്ല, നിങ്ങൾക്ക് ഇക്കൊറ്റക്ക് എടുത്താ പോരെ? നിങ്ങൾ എന്തിനാ ഓൾക്കും കൂടി എടുക്കാൻ നിക്കണത്? ആ, ഞാൻ അനക്ക് മാത്രം എടുത്താ മതിയോ? അതും എന്റെ ഒരു കുട്ടി തന്നെയല്ലേ. ഓളെ ഞാൻ മരോളെ പോലെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ സ്വന്തം മകളെ പോലെ തന്നെയാ കണ്ടിക്കണത്. ഒന്നല്ലെങ്കി എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളല്ലേടി ഓള്. ഞങ്ങൾക്ക് കിട്ടുമ്പോ നിങ്ങള് പഠിച്ചോളൂ. എന്താ നിനക്ക് പച്ചൊന്നും വേണ്ട, ഈ കളർ മതി. ആ, എന്നാ ആ പച്ച കുഞ്ഞോൾക്ക് എടുത്തു വെച്ചാളാ. ഓൾക്ക് നല്ല രസം ഉണ്ടാവൂ. ഓ, നല്ല ചേരും ഓൾക്ക്. അത് കണ്ടാലും മതി. ഈ 2 നിക്കാ ചേരുള്ളൂ. പിന്നെ ഞാൻ ഒന്ന് ഓക്ക് കൊടുക്കണ്ടേച്ചിട്ടാണ്. നിങ്ങൾക്കേ മരക്കളെ സ്ഥാനത്തും മക്കളെ സ്ഥാനത്തും കാണാൻ കഴിയൂല. രണ്ടാളും ഒരുപോലെ കാണുന്നു. നിങ്ങൾക്ക് എന്താ വെവ്വേറെ രീതിയിൽ കണ്ടാല്? ഓലൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി തന്നെ വേണം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. കുറച്ചേരം ഇരിക്കട്ടെ. കാക്കൊന്ന് വിളിച്ചു പറയട്ടെ. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണ്ടേ. ആ, ഇക്ക തിരക്കില. ഇന്നാണ് പെരേന്ന് എല്ലാരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോണത്. ഞാൻ പോട്ടെ? ഇല്ല, അമ്മായോട് ചോദിച്ചിട്ടില്ല. അമ്മായോട് ചോദിക്കാതെ ഞാൻ എവിടേക്കെങ്കിലും പോവോ? ഇക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ലിപ്സ്റ്റിക്കും അതേപോലെ പൗഡറൊക്കെ കഴിഞ്ഞിക്കും. ആ, ഇമ്മാക്കൊരു അബായം എടുക്കണ്ടേ? ആ, പിന്നെ സാജി വന്നിക്കണ് ഇവിടെ. ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഓൾക്കൊക്കെ കല്യാണം ഉള്ളതല്ലേ. ആ, ആയിക്കോട്ടെ. ഓൾക്ക് ചുരിദാർ എടുത്തു കൊടുക്കല്ലേ, അയക്കെടുക്കണ പോലെ.
ഇങ്ങളില്ലല്ലോ കല്യാണത്തിനൊന്നും, ആ ഒരു സങ്കടം ഉണ്ട്. ഇതന്നെ പറ്റിയ അവസരം, ഉമ്മാനോടൊന്ന് പോയി കുറ്റം പറഞ്ഞിട്ട് വരാം. ഞാനും ഇനി സാജി കൂടിയാ പോണത്. എല്ലാരും പോയിട്ടില്ലെങ്കിൽ മോശല്ലേ, ഓൻ അത്രയും പറഞ്ഞതല്ലേ കല്യാണം. ആ, ഞാൻ എന്തായാലും ഉമ്മാനോടൊന്ന് പറഞ്ഞിട്ടേ പോവാൻ നോക്കട്ടെന്നാ. ഇപ്പൊ എന്തായാലും സാജി ഉണ്ടല്ലോ ഇവിടെ. ആ, ആയിക്കോട്ടെ, ശരി എന്നാ. എന്തായാലും വേണ്ടില്ല, ഉമ്മാനോട് പറയട്ടെ പോയിട്ട്. ഇതെടുത്തിട്ട് ബാഗിലിടാം, എന്നാലും ഇപ്പൊ അത് ഏത് ഷെയ്ഡാന്നുള്ളത് അറിയാം. യൂരൊക്കെ എന്ത് വേദനയാണ്. ഹാ, ഇങ്ങളെ കൊറച്ചു മുന്നേ നിങ്ങള് മഹിമ പറഞ്ഞ നിങ്ങളെ മരുമോള് പറഞ്ഞത് കേട്ടോ? എന്താ പോള് കാട്ടിയത്? അവൾ ആങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോട്ടേന്ന് നിങ്ങളെ മകൻക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോടൊന്നും പറച്ചിലൊന്നും ഇല്ലല്ലേ? ആ, അതൊക്കെ ഓള് എന്നോട് പറഞ്ഞിട്ടേക്കാരം പോവുണ്ടാവുള്ളൂ. നിങ്ങളോട് ഇനി ഒന്നും പറയാൻ പോണില്ലേ പൊന്നാരന്റെ അമ്മ. ഓൾ ആങ്ങളുടെ എത്തുന്ന സമ്മതം അടക്കം വാങ്ങിയിരിക്കണ്. ഇപ്പൊ എന്തിനാ ഇപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം? അതൊക്കെ പണ്ടേനില്ലേ ഒരു സോപ്പിടലിന്. ഇനി അതൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ മരുവോളെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞപ്പോ വലിയ കുറ്റേന്നല്ല നിങ്ങക്ക്. ഇമ്മ, ഇന്ന് വൈകുന്നേരമാണ് പേർക്കാരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോണത് കല്യാണത്തിന്റെ. അപ്പൊ ഞാനും കൂടി ഒന്ന് പോട്ടെ. ഒറ്റക്ക് തീരുമാനം എടുക്കലൊക്കെ തുടങ്ങിയില്ലേ? ഇതൊക്കെ എന്ന് മുതലായി സ്വഭാവമൊക്കെ തുടങ്ങിയത്? എന്തമ്മ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണ്? ആ, ഇപ്പൊ നിങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ലമ്മ. ആദ്യമൊക്കെ നിങ്ങളെ സോപ്പ് ഇടാൻ വേണ്ടിട്ട് ഇനിയില്ലേ ഓരോന്ന് ചോദിച്ചിരുന്നത്. സാജി, എന്താ നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ പറയണത്? ഇജും കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാക്കൊരു സങ്കടം വരണ്ട. ഞാൻ ഒരിക്കലും ഇമ്മാനോട് ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് എവിടേക്കും പോക്കില്ല. പിന്നെ ഇപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് നല്ല സങ്കടമായി. ഇക്ക എന്നോട് പറഞ്ഞതായി ഉമ്മാക്കൊരു അബായും സാജിക്ക് ഒരു ഡ്രസ്സ് കൊടുത്തു കൊടുക്കാനേ. അതും കൂടി പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോവുകയാണെങ്കിലും ഞാൻ സാജിനായിട്ടേ പോവുള്ളൂ. പെരേക്കാണ് ചെന്നാ മതിയല്ലോ, എന്നിട്ട് അവിടുന്ന് എല്ലാരും കൂടി പോവാന്നാ വിചാരിച്ചത്. പക്ഷെ ഉമ്മ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ എന്തോ നല്ല സങ്കടായി ഉമ്മ. ആ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി മുതൽ ഉണ്ടായിക്കൂടായി ഒന്നും ഇല്ലല്ലോ. ആൾക്കാരല്ലേ, സ്വഭാവമൊക്കെ മാറും. ഇക്കും എന്റെ കുട്ടിക്ക് ചുരുക്കൊന്നും വേണ്ട, ഈ ജാണക്കാണ്ട് എടുത്താ മതി. ഞാൻ ആങ്ങളുടെ കല്യാണം ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാവർക്കും നിരത്തി ഡ്രസ്സ് എടുക്കലല്ലേ. എനിക്ക് പന്നെ പറ്റിയിട്ട് എല്ലേതും മനസ്സിലായിക്കണം, ഇനി ഒന്നും മനസ്സിലാവാനൊന്നും ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളിപ്പൊ പറഞ്ഞതിനോൾ എന്തെങ്കിലും ഒരു മറുപടി തന്നങ്ങക്ക്? ഇല്ലല്ലോ. അത്ര തന്നെ ഉള്ളു നിങ്ങളെ വില. പാവം, ഇപ്പോൾ മരുവോളോട് സ്നേഹാണ്, മരുവോൾക്ക് തിരിച്ചങ്ങോട്ട് സ്നേഹാന്ന് വിചാരിച്ചിരിക്കേന്ന്. ഇപ്പൊ എന്തായി അനുഭവിച്ചോ നിങ്ങള്. എന്നാൽ ഈ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ എന്റെ കുട്ടി വരണ്ടി വന്ന്. എല്ലാരും എപ്പോഴും വിശ്വസിക്കാനൊന്നും പറ്റൂല. പൈസ ഇല്ലിരിക്കുന്നു. ഇതെടുത്തിട്ടൊരു കളിയുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് എൽമറയ്ക്ക് വെക്കാം. എന്നിട്ട് ഓള് പൈസ എടുത്ത് എന്നിട്ട് ഓളെ കള്ളത്തിയാക്കാം. ഉമ്മേ, എന്താടി പെണ്ണെ? ഉമ്മനിക്ക് 2000 ഉറുപ്യ തരും ഉമ്മ, അർജന്റ് ആണ്. എന്തിനാ എനിക്ക് 2000 ഉറുപ്യ? അത് ഇക്ക ഒരു ഇതിന്ന് പൈസ മേടിച്ചിന്ന്, അപ്പൊ അതടക്കാൻ വേണ്ടിട്ടേന്ന്. ഞാൻ പെട്ടെന്ന് തിരിച്ചു തരണ്ട്. ആ, നിങ്ങൾ ഇങ്ങനെ കണ്ണി കണ്ട സ്ഥലത്തു നിന്നൊക്കെ ലോണും കണ്ണി കണ്ടൊക്കെ ഇങ്ങനെ എടുത്തോളി. എന്നിട്ട് ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ തരാനക്ക്. കഴിഞ്ഞ മാസം ഇജ്ജ് കൊണ്ടുപോയി 3000 ഉറുപ്യ, അതെവിടെ?
ഇത് രണ്ടും കൂടി ഒപ്പാണ് തരാൻ എടുത്തേരി. ആ കിട്ടും കിട്ടും. ഇത് ഞാനൊരു ആവശ്യത്തിന് എടുത്ത് വെച്ച പൈസ ഉണ്ടായി, ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ തരാം. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തരും തന്നെ വേണട്ടാ. ആ ഇവിടെ വെച്ചതേന്നല്ല ഞാന് എവിടെ കൊണ്ടുവച്ച് കാണാനില്ലല്ലോ. അൽമറയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച എന്തുമ്മ കാണാനില്ലേ? 3000 ഉറുപ്പ്യ വെച്ചീനേ. ഇന്ന് അതിന് 2000 ഉറുപ്പ്യ എനക്ക് തരാന്ന് വിചാരിച്ചു ഞാൻ. ആ അതിന് കുഞ്ഞോൾ എടുത്തുങ്ങാണ്ട് അവിടെ പോണുണ്ട്. ഓളെ ബാഗിൽ വെച്ചങ്ങാണ്ട് കൊണ്ടുപോണുണ്ട്. ഇങ്ങനെ എന്നതും ഉണ്ട്. അത് നിങ്ങളെ പൈസ ചെയ്യുന്നേ? ഓളൊന്നും എടുക്കൂലല്ലോ. ഞാൻ കണ്ടത് അമ്മ ഓൾ ഇവിടുന്ന് എടുത്തുങ്ങാണ്ട് പോണത്. ഇക്ക് എന്തിനാ നോണ അറിയേണ്ട ആവശ്യം? ഓളെ വിളിച്ച് ചോദിച്ചോക്കി. കുഞ്ഞോളെ കുഞ്ഞോളെ എന്തമ്മ? ആ ഞാൻ ഇവിടെ വെച്ചിന്ന് 3000 ഉറുപ്പ്യ എവിടെ എടുത്താ? ഇജ്ജ് കൊണ്ടുവച്ചിട്ടുണ്ടാവും. പൈസ ഇല്ലല്ലോ. നിങ്ങളതിനവിടെ പൈസ വെച്ചീന്നാ? ഇജ്ജ് കണ്ടിട്ടില്ലാന്നോ? പിന്നെ ഇപ്പൊ ആരാ ഇവിടെ ഉള്ളത് എടുക്കാന്? എന്റെ കുട്ടി എന്തായാലും എന്റെ പൈസ കക്കൊന്നുമില്ല. ഇവിടെ ഉള്ളത് പിന്നെ ഇജ്ജല്ലേ. ഞാൻ എടുക്കേ? എന്തൊക്കെ ഉള്ളി പറയണേ? ഞാൻ എന്തിനാ പൈസ എടുക്കണത്? ഇജ്ജ് അത് എടുത്തുകണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താളെ. എന്തിനാ ഇങ്ങനെ നോണ അറിയണത്? ഒരാളെ കട്ട മുതലൊക്കെ എന്തിനാ വെറുതെ എടുക്കണത്? എന്ത് സാഹചര്യൊക്കെ പറയുന്നത്? ഡ്രസ്സ് എടുക്കാൻ പൈസ എനിക്ക് ഇക്ക അയച്ചു തരും. അത് എന്റെ ഗൂഗിൾ പേയിലാണ്. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഈ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ടട്ടോ. ഇന്ന് സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നോക്ക നല്ല പോലെ. ചിലപ്പോ അവിടെ താഴത്തെ എവിടെയെങ്കിലും വീണെടുക്കുണ്ടാവും. താഴത്തൊന്നും ഇല്ല. എല്ലായിടത്തും ഞാൻ നോക്കിയതാണ്. ഇജ്ജാ കൊണ്ടുവച്ചിക്കണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കണം. മനസ്സിൽ നേരെ വെക്കണുണ്ട്. ഇവിടുന്ന് അറിയാതായിട്ട് അജാന്റെ ബാഗിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും. എടുത്തു കൊടുന്നാളാ. ഇമ്മ ഇത്രയും കാലം ഞാൻ നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഇതന്നെ പറയുന്നത്? ഞാൻ ഇതുവരെ ഉമ്മാന്റെ ഒരു 10 പൈസ ഞാൻ എടുത്തുക്കണോ? ഇക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ പെരക്കാരായി എന്നിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇജ് വലിയ വർത്താനം പറയൊന്നും വേണ്ട. ഇക്കറിയാം ജന എടുക്കുള്ളൂ എന്നുള്ളത്. ഓളെ വർത്താനൊക്കെ കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓള് ഒന്നും ചെയ്യാത്ത പോലെയാണ്. എന്റെ മകനും വശത്താക്കിങ്ങാണ്ട്. ഇജി പറഞ്ഞപ്പോഴൊക്കെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവല്ലോ തുടങ്ങിയത് ഓളെ പറ്റിയിട്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഓളൊന്നും ശ്രദ്ധിക്കലൊന്നുമില്ല. അങ്ങനെ എത്ര പൈസ എന്തൊക്കെ പോയിക്കണെന്ന് ആർക്കറിയാം. ഓളെ അമ്മയാണെങ്കിൽ വെജാതി ഇരിക്കും ചെയ്യാണ്. ഉമ്മാക്ക് കൊണ്ടുകൊടുക്കും ചെയ്യാലോ. ഇപ്പൊ ആങ്ങളുടെ മകളെ കല്യാണവും. അപ്പൊ അതിനൊക്കെ ഇപ്പൊ പൈസ വേണല്ലോ. ഒന്നും പറയണില്ല. എന്നാലും പഠിച്ചോനെ പൈസ എവിടെ പോയത്? ഇത്രയും കാലമായിട്ട് ഇമ്മ എന്നോട് ഇങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. അപ്പൊ ആരാ പൈസ എടുത്ത്? ഇപ്പൊക്കെ വിളിച്ചിട്ട് പറയട്ടെ പൈസന്റെ കാര്യം. അലിക്ക, പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതെ, ഞാൻ പൈസ ചോദിച്ചു 2000 ഉറുപ്പ്യ. അപ്പൊ ഇമ്മക്ക് എടുക്കാൻ പോയപ്പോ അവിടെ പൈസ ഇല്ല. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ അവിടുന്ന് മാറ്റിയിരുന്നു. എന്നിട്ട് ഉമ്മാന്റെ മരുവോളം മേത്തേക്ക് ഇട്ട്. അല്ലെങ്കിൽ ഉമ്മാക്കും മരുവൊക്കെ കുറച്ച് ഇത് കൂടുതലാണ് സ്നേഹം. ഇന്നിപ്പോ ഒന്നും പറ്റണില്ലാന്ന്. എന്തേലും ഡ്രസ്സ് എടുത്ത് അപ്പൊ ഓൾക്ക് കൊടുക്കുക. ഇപ്പൊ ഉമ്മ ഒരു മാക്സി എടുത്തിട്ട് അതേപോലത്തെ ഓൾക്ക് കൊടുത്തിക്കണ്. അപ്പൊ ഇമ്മാക്ക് ഇന്നോടെ സ്നേഹം അത് ഓളോടെ സ്നേഹം. ഇമ്മാനും മരോളും കൂടി ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ തെറ്റിക്കും. ഇപ്പോൾക്ക് എന്തിനാ ഇനി ഇമ്മാനെ തെറ്റിച്ചിട്ട് കിട്ടാനുള്ളത്? ഞാൻ എന്ത് തെറ്റ പോട് ചെയ്തത്? ഇമ്മ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കൂല. വീഡിയോ എടുക്കും.
ഒരു പണിയില്ല, ആരും അറിയാൻ പോണില്ല. പൈസ ഞാൻ നേരെ എന്റെ ബാഗിൽ വെച്ചേക്കുന്നു. പിന്നെ ഇമ്മാനോട് പോയിട്ട് ഞാൻ പൈസ ചോദിച്ചപ്പോ ഇമ്മ തെരഞ്ഞപ്പോ കാണാനില്ല. അത് ഓളെ മേത്തേക്ക് ഇട്ട് ഇമ്മ എന്നിട്ട് കൊറേ ചീത്ത അറിഞ്ഞോളെ. ഇപ്പൊ അമ്മക്ക് ഓളെ കണ്ണെടുത്താ കണ്ടൂടാ. ഇപ്പൊ പെരന്റെ ഉള്ളത്തെ സാധനം കട്ടെടുക്കുന്ന ഒരു പെണ്ണായിട്ട് അമ്മ ഓളെ കാണുന്നത്. ഞാൻ ഏതാ മോള്, ഓള് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ സുഖിച്ച് വേണ്ട. ഇക്കും കൂടി അവകാശപ്പെട്ട പെരയാണ്. ഇക്ക് അങ്ങനെ വരാനൊന്നും പറ്റുന്നില്ലല്ലോ. ഈ പെരമെന്ന് എങ്ങനെങ്കിലും ഞാൻ എന്റെ അവകാശം വാങ്ങിയെടുക്കും. ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ഞാൻ ആരെങ്കിലും കേട്ടെങ്ങാണ്ട് വരും. ആ ഇത് മതി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാന്. ഇമ്മ എന്താണ്? ഉമ്മാക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യ? ഇക്കാരോടും ദേഷ്യമൊന്നുമില്ല. എന്റെ മുതലൊക്കെ കട്ടെടുക്കും ചെയ്യാ, എന്നിട്ട് ഇന്നേറ്റ് നല്ലപോലെ നിക്കും ചെയ്യാ. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യല്ല. ഉമ്മാക്ക് തോന്നുന്നുണ്ടമ്മ ഞാൻ എടുക്കുന്നു. എത്ര കൊല്ലായി ഞാൻ അമ്മാന്റെ അടുത്ത് വന്നിട്ട്. ഇത് വരുമ്പോ ഞാൻ ഒരു മുട്ടുസൂചി പോലും ഞാൻ ആരും കൊടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അമ്മ. സാജി വെറുതെ നോണ പറയാണ്. ഉമ്മക്ക് ഞാൻ നോണ പറയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇതൊന്ന് നോക്കി. സാജി ഓളെ ഫോണിൽ കൂടെ ഓളെ മാപ്പിളിനോട് പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തതാണിത്. ആ പൈസ ഓളെന്നെ എടുത്തിട്ട് ഉമ്മ എന്റെ മേത്ത് കിട്ടുന്നത്. ഉമ്മാരെ കുഞ്ഞോള് ഒരിക്കലും നോണ പറയില്ല. ഒരാളെ 10 പൈസ എനിക്ക് വേണ്ട. എന്റെ ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാ മാത്രം മതി. വേറൊന്നും വേണ്ട. ഓൾക്കുള്ള ഞാൻ കൊടുക്കാം. ഓൾ എന്ത് കണ്ടിട്ട് ഓൾ ഇനി പണി കൂടി തെറ്റിക്കാൻ നോക്കിയെന്നൊന്നും എനിക്ക് അറിയണല്ലോ. കഴിഞ്ഞ എന്റെ ഫോൺ വിളിയൊക്കെ. ഫോൺ വിളിക്കേ? ആർക്ക്? ആർക്കെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലോ? പൈസ എടുത്ത ആളെ എനിക്ക് കിട്ടിയിട്ടാ. ഇനിയിപ്പൊ അതാലോചിച്ചെങ്ങാണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയോ? ഞാൻ പറഞ്ഞില്ലേ ഓളെന്നെയാണ് എടുത്തിട്ടുണ്ടാവുക. ഓളെ ബാഗിൽ നിൽക്കാരല്ലേ കിട്ടിയിട്ടുണ്ടാവുക. കള്ളന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എടുത്ത ആള് സത്യം പറയില്ലല്ലോ. എന്നിട്ട് വേറെ ആളെ മേത്തേക്ക് ഇടല്ലേ ചെയ്യാ. എന്തായാലും ഉമ്മാന്റെ കുട്ടിക്ക് സന്തോഷായില്ലേ ഞാൻ ഓളെ കൊറേ ചീത്ത അറിഞ്ഞപ്പോ. ഓളെ ചീത്ത അറിഞ്ഞ ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത്? പിന്നെ എങ്ങനെയാടി ഞാൻ പറയേണ്ടത്? ഇന്റെ പൈസ കട്ടുകാണ്ട് എന്നിട്ട് ഓളെ മേത്തേക്ക് ഇട്ടക്കല്ലേ? അല്ല ഓളെ എന്താടി ചെയ്തത്? ഇത്രയും കാലമായിട്ട് ആ പെണ്ണ് അന്നെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഇനിയും ചെയ്തിട്ടില്ല. ആ പെണ്ണ് ഇന്നേറ്റ് നല്ലപോലെ നിന്നിട്ടുള്ളൂ ഇത്രയും കാലമായിട്ടും. എന്നിട്ട് ഇന്ന ഓളയും കൂടി തെറ്റിച്ചെങ്ങാണ്ട് അനക്ക് എന്താടി കിട്ടാനുള്ളത്? ഈ പെരി മുതലും കണ്ടിട്ടേ കരയല്ലേ? അത് എന്തായാലും അനക്ക് കിട്ടൂല. കാരണം അന്നെ കെട്ടിക്കുമ്പോഴേ നല്ല പണ്ടാണ് തന്നിക്കണ്. ഇത് ഇന്റെ ചെക്കൻക്ക് ഉള്ളതാണ്. ഇന്റെ ചെക്കൻക്കും ഓൾക്കും കൂടി നിക്കാനുള്ളതാണ്. ഞാൻ അന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാൻ ചെയ്തു. ഇമ്മാന്റെ കുട്ടി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഇനി ഇമ്മ അതിന് തോന്നിയാസം കാട്ടിങ്ങാണ്ട് ഇവിടെ നിക്കാന്നുള്ള ആ പൂതി ഉണ്ടല്ലോ, ആണ് മാറ്റിക്കളി. ഇപ്പൊ ഇറങ്ങണ ഇതിന്റെ ഉള്ളിന്ന്. ഇനി ഇതിന്റെ ഉള്ളിക്ക് ഇജ്ജ് കേറണ്ട. അന്നെ ഞാനേ എത്ര നല്ല പോലെടി എന്നെ നോക്കിയത്. ആ പെണ്ണോ എന്നോട് മറുത്തൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇജ്ജ് കാരണം തന്നെയാണ് ഓൾ ഇങ്ങനെ ആയത്. മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങണക്ക് നല്ലത്. എന്റെ ആങ്ങളെ വിളിക്കുമ്പോഴും ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓന്റെ തൊള്ളേ കിടക്കുന്നതും കൂടി എനിക്ക് കേൾക്കാം. ഓളെന്തായാലും ഓനക്ക് അത് അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഹിജാന്റെ മാപ്പിളിനോട് ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞ വീഡിയോ ഒളുക്ക് കാണിച്ചന്ന്. ഇതിന് കൂടുതലൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോ. ഓൻ വിളിക്കണേന് മുന്നേ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. അത് അനക്ക് നല്ലേ. പിന്നെ അങ്ങനെ അന്നെ കാണുന്ന വേണ്ടക്ക് ഇങ്ങനെ ഒരു മകളും ഇല്ല.
സ്വന്തം പെരക്കാര് തമ്മിൽ തെറ്റിക്കാനായിട്ട് നടക്കുന്ന ഒരു ജന്തു. ഇമ്മ പഠിച്ചോനെ പണി കിട്ടുവോ? നീ തീരെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കൂല. എന്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റി. ഏത് സമയത്തോളം അങ്ങോട്ട് കെട്ടിയെടുത്താണാവോ? ഞാൻ വാതിലൊക്കെ അത്യാവശ്യം ചാരൊക്കെ ചെയ്തിരുന്നാലോ. വീണ്ടും രണ്ടാളും ഒന്നായി.